കോൺഗ്രസ് പ്രസിഡന്റ് മല്ലികാർജ്ജുൻ ഖാർഗെ ബീഹാർ ഭാഗത്ത് തിരിഞ്ഞു നോക്കിയിട്ടില്ല. അദ്ദേഹം പ്രസിഡന്റാണല്ലോ. കാര്യങ്ങളെല്ലാം ഓർഗനൈസ് ചെയ്ത് നടപ്പിലാക്കിയതെല്ലാം രാഹുൽ ഗാന്ധിയാണ്. അപ്പോൾ സ്വാഭാവികമായിട്ടും ഇതിൻ്റെ ഉത്തരവാദിത്വം അദ്ദേഹത്തിൻ്റെ തലയിൽ തന്നെയാണ്. തെരഞ്ഞെടുപ്പ് തോറ്റതിൻ്റെ ഉത്തരവാദിത്വം 2024 പാർലമെൻറ്റ് തെരഞ്ഞെടുപ്പിന് ശേഷം നടന്ന എല്ലാ തെരഞ്ഞെടുപ്പുകളിലും കോൺഗ്രസ് തോറ്റു. 5 സംസ്ഥാനങ്ങളിൽ, ഏറ്റവും അവസാനം നടന്നത് ബീഹാർ, 5 സംസ്ഥാനങ്ങളിലും തോറ്റു. ഈ തോൽവിക്ക് കാരണങ്ങൾ എന്തെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ വലിയ നമ്മൾ അന്വേഷണം നടത്തി ബുദ്ധിമുട്ടേണ്ട കാര്യമില്ല. 2 കാരണങ്ങളാണ്. ഒന്ന്, കോൺഗ്രസിൻ്റെ അമിതമായ മുസ്ലിം പ്രകടനം. 2, രാഹുൽ ഗാന്ധി പെട്ടിരിക്കുന്ന ഒരു കോക്കസ്. നേതൃപാടവം പോരാന്നുള്ളത് ഒരു ചെറിയൊരു കോക്കസിനകത്താണ് ഇദ്ദേഹം പെട്ടിരിക്കുന്നത്. ആ കോക്കസ് എന്ന് പറയുന്നത് ചില ഇടത് ബുദ്ധിജീവികളാണ്. ഒരു 4-5 ആളുകളടങ്ങിയ ഒരു ഇടത് ബുദ്ധിജീവികളാണ് ഇത് നിയന്ത്രിക്കുന്നത്. അവരുടെ നിർദ്ദേശങ്ങളും അവരുടെ ഗൈഡ് ലൈൻസ് അനുസരിച്ചിട്ടാണ് രാഹുൽ ഗാന്ധി നീങ്ങുന്നത്. അതുകൊണ്ട് തന്നെ കോൺഗ്രസിനകത്തുള്ള സീനിയർ നേതാക്കളുടെ പരാതി എന്ന് പറയുന്നത് രാഹുൽ ഗാന്ധി ഞങ്ങളുമായി കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നില്ല എന്നുള്ളതാണ്. അങ്ങേക്ക് ഓർമ്മയുണ്ടല്ലോ, G23 എന്നൊരു ഗ്രൂപ്പ് ഉണ്ടായി വർഷങ്ങൾക്ക് മുമ്പ്. വളരെ ശക്തമായിരുന്നു. വളരെ ശക്തമായിരുന്നു. തിരുത്തൽ പ്രതീക്ഷയാണ്. കോൺഗ്രസ് പാർട്ടിക്ക് ഒരു പുനരുജ്ജീവനം അതിൽ കൂടെ ഉണ്ടാവും എന്ന് പ്രതീക്ഷയാണ്. അതിലുള്ള പലരും വിട്ടുപോയില്ലേ. ആ 23 ആരുമില്ല. കപിൽ സിബൽ SBയുടെ കൂടെ പോയി. പിന്നെ സച്ചിൻ പൈലറ്റ് ഇപ്പോൾ ഏതാണ്ട് അങ്ങോട്ടും ഇങ്ങോട്ടും രീതിയിൽ നിൽക്കുന്നു. ബാക്കിയുള്ളവരിപ്പോൾ ഈ പറഞ്ഞതിൽ എന്താണ്, നിഷ്ക്രിയരാണ്. ഇപ്പോൾ വളരെ സജീവമായിട്ട് നിൽക്കുന്ന തരൂര് മാത്രം. എല്ലാവരും ഏതാണ്ട് നിഷ്ക്രിയരാണ്. എന്തുകൊണ്ടാണ് നിഷ്ക്രിയത അവരെ ബാധിച്ചത്? കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽബട്ടനും അമർത്തുക.